നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു ഒരിക്കൽ, മൻ തവദ്ദഅ ഫഅഹ്സനൽ വുദൂഅ ثم صلى ركعتين يقبل عليهما بقلبه ووجهه وجبت له الجنة. നിർബന്ധമായും സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഈ ഹദീസ് പഠിക്കുക. നിർബന്ധമായി സ്വർഗം നിർബന്ധമാകാൻ കാരണമാകുന്ന കാര്യമാണ് ഈ ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വുദൂ ചെയ്തു, ഫഅഹ്സനൽ വുദൂഅ, ആ വുദൂ അവൻ ഏറ്റവും നന്നാക്കി. വുദൂ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം കളയാന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ വുദൂ എടുക്കുക എന്നതാണ്. ثم صلى ركعتين, പിന്നെ 2 റക്അത്തുകൾ നിസ്കരിച്ചു. എന്താ നിസ്കാരത്തിൽ അവൻ ചെയ്തത്? യുഖ്ബിലു അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി, അവന്റെ ഹൃദയവും അവന്റെ മുഖവും ആ നിസ്കാരത്തിൽ അവൻ പൂർണ്ണമായും ശ്രദ്ധയിലാക്കി. ചൊല്ലുന്നത് എന്താണ് എന്ന ഉറച്ച ചിന്തയിൽ അവയവങ്ങൾ അനാവശ്യമായി ചലിപ്പിക്കാതെ നിസ്കാരത്തിൽ അവയവങ്ങളും ഹൃദയവും ഒരുപോലെ ചേർന്നു നിന്നുകൊണ്ട് അവൻ നിസ്കരിച്ചു. 2 റക്അത്ത്. വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്. ഇത്ര എളുപ്പമുള്ള കാര്യമാണ്. വുദൂ എടുക്കുക, പോയിട്ട് നല്ല പോലെ വുദൂ എടുക്കുക, വൃത്തിയിൽ ബിസ്മില്ലി വുദൂ ആരംഭിച്ച് ബിസ്മില്ല വുദൂവിനെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ദിക്റുകളൊക്കെ ചൊല്ലി വരാ, വീട്ടിൽ നിന്നാവട്ടെ മസ്ജിദിൽ നിന്നാവട്ടെ 2 റക്അത്ത് നിസ്കരിക്കുക. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയത് മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നത് വരെ അവൻ നിസ്കാരത്തിൽ ചിന്ത മാറാതെ മുന്നോട്ട് പോവുക. എങ്കിൽ വജബത് ലഹുൽ ജന്ന, സ്വർഗം അവന് നിർബന്ധമാകുന്നതാണ്. ചില ആളുകൾ, സഹോദരങ്ങൾ, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി കാണും. സലഫുകൾ, മുൻഗാമികളിൽ ചിലർ നിസ്കാരങ്ങൾ ചില സന്ദർഭത്തിൽ ചുരുക്കാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. നിസ്കാരം ചുരുക്കുക, തക്ബീർ ചൊല്ല, സ്വലാത്ത് ഇസ്തിഫ്താഹ് ചൊല്ല, ഫാത്തിഹ ഓതുക, ഒരു സൂറത്ത് ഓതുക, തക്ബീർ റുക്കൂയിലേക്ക് പോവുക, അതിലുള്ള ദിക്ർ ചൊല്ല, അത്യാവശ്യമുള്ളത് മാത്രം. നിസ്കാരം അതിൽ വേണ്ട കാര്യം. അങ്ങനെ കുറേ നേരം നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ശ്രദ്ധ തെറ്റും. അപ്പൊ കുറഞ്ഞ സമയങ്ങൾ നിസ്കരിക്കുക. ആ നിസ്കാരത്തെ എപ്പോഴും ആക്കാനല്ല, ഒരു സന്ദർഭം തിരഞ്ഞെടുത്ത് വുദൂ നന്നായി ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നെ പിന്നെ നിനക്ക് നിസ്കാരത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നിസ്കാരത്തിൽ ഉള്ള ഭയഭക്തി 2 രൂപത്തിലാണ്. ഒന്ന് ഖുശൂഉൽ ഖൽബ്, 2 ഖുശൂഉൽ ജവാരിഹ്. ഒന്ന് ഹൃദയത്തിന്റെ ഭയഭക്തിയാണ്, 2 ശരീരാവയവങ്ങളുടെ ഭയഭക്തിയാണ്. ഇത് രണ്ടുമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് അവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം 2 കാര്യങ്ങളാണ്. ഒന്ന്, ശരീരാവയവങ്ങൾ ഖുശൂഇലായിരിക്കണം. കുറേ തല ചൊറിഞ്ഞ്, കുറേ കൈ കൊണ്ട് ബാക്കിൽ ചൊറിഞ്ഞ്, ഡ്രസ്സ് ശരിയാക്കി, മൂക്ക് പിടിച്ച് അങ്ങനെ നിസ്കരിക്കാതെ അടക്കത്തോടുകൂടി നിസ്കരിക്കുക, വേഗതയില്ലാതെ അവധാനതയോടുകൂടി നിസ്കരിക്കുക. 1. 2, ഹൃദയത്തിൽ ശ്രദ്ധയുണ്ടാവുക, താഴ്മയുണ്ടാകുക, ചൊല്ലുന്ന കാര്യം അതിനനുസരിച്ച് ഹൃദയം മാറുക. 2 റക്അത്ത് നിസ്കരിക്കുക. എങ്കിൽ വജബത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. ഇതല്ലാതെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ കാരണമാകുന്ന കാര്യമാണ് വുദൂ എന്ന് അറിയിക്കുന്ന അനേകം ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്.